അഗതികളുടെയും അനാഥ ശിശുക്കളുടെയും അത്താണിയായിരുന്ന സർവോദയം കുര്യൻ്റെ 26ാം ചരമവാർഷിക ദിനം വിപുലമായ രീതിയിൽ ആചരിച്ചു. ഞാറയ്ക്കൽ സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്ക് ഭക്ഷണ വിതരണം നടത്തി. സർവോദയം കുര്യൻ സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് പോൾ ജെ മാമ്പിള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ജോസഫ് നെരികുളം അധ്യക്ഷത വഹിച്ചു. 600ഓളം അനാഥ ശിശുക്കളുടെ രക്ഷകനും രോഗികളുടെയും അശരണരുടെയും ആശ്രയമായിരുന്ന സർവോദയം കുര്യൻ ഒളിമാങ്ങാത്ത ഓർമ്മയായി കാരുണ്യത്തിന്റെ കടാവിളക്കായി എന്നും ജനഹൃദയങ്ങളും ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന്റെ മാതൃക നാം പിന്തുടരണമെന്നും പോൾ ജെ മാമ്പിള്ളി പറഞ്ഞു. ഞാറയ്ക്കൽ പഞ്ചായത്തിന് സമീപമുള്ള കുര്യൻ സ്ക്വയറിൽ സ്ഥാപിച്ചിട്ടുള്ള സർവോദയം കുര്യന്റെ പ്രതിമയിൽ പ്രസിഡന്റ് പോൾ ജെ മാമ്പിള്ളി പൂമാല ചാർത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. അനുസ്മരണ സമ്മേളനത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വിമല, എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫേസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി.ആർ. ദേവൻ, പി.കെ. ബാഹുലയ്യൻ, എൻ.ജി. ശിവദാസ്, നഴ്സിംഗ് അസിസ്റ്റന്റ് സോണി, ബേബി ഞാറയ്ക്കൽ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു. ട്രസ്റ്റ് അംഗങ്ങളെ നമ്മുടെ കുര്യൻ ചേട്ടൻ്റെ അനുസ്മരണം 26ാം അനുസ്മരണം അനുബന്ധിച്ച് പുഷ്പാർച്ചന നടത്തുകയാണ്. അതിന് എപ്പോഴും നമ്മുടെ കുര്യൻ ചേട്ടനെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കുര്യൻ ചേട്ടൻ. ഈ വൈപ്പഞ്ചേരിയിൽ മാത്രമല്ല ലോകമൊന്നായി എല്ലാവർക്കും നന്മയും സഹായവും ചെയ്ത കുര്യനെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇന്ന് ഞങ്ങളെല്ലാവരും സ്മരിക്കുന്നു. എല്ലാവർക്കും ഇവിടെ വന്ന് സഹകരിച്ച കുര്യൻ ചേട്ടന് വേണ്ടി വന്ന് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സർവോദയം കുര്യൻ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ പോൾ ജെ മാമ്പിള്ളി, ഫേസ് ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ശ്രീ ദേവൻ, അതേമാതിരി തന്നെ കുര്യൻ ചേട്ടന്റെ മകൾ, അതേമാതിരി തന്നെ വിശിഷ്ടാതിഥികളായി ഇവിടെ എല്ലാ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്. അപ്പോ അവരെയൊക്കെ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് പോൾ ജെ മാമ്പിള്ളി തുടങ്ങി വെച്ച 26 വർഷത്തോളം അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് നമ്മുടെ ഞാറയ്ക്കൽ ഹോസ്പിറ്റലിലും അതേമാതിരി തന്നെ കുര്യൻ ചേട്ടന്റെ ഈ പ്രതിമയ്ക്ക് മുമ്പിൽ ആദരവൽപ്പിച്ചുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും നടത്തുന്നതുപോലെ 26 വർഷം ഇന്ന് കുര്യൻ ചേട്ടൻ മരിച്ചിട്ട് തികയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ 600ഓളം കുട്ടികളെയാണ് അദ്ദേഹം ദത്തെടുത്ത് ഈ നാടിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ആ കുട്ടികളെല്ലാം തന്നെ ഇന്നും നല്ല രീതിയിൽ നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ട് പല ഭാഗങ്ങളിലായി. അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞൊരു വലിയ മദ്യദുരന്തം ഒഴിവാക്കിയത്
അന്ന് 73 പേര് മരിച്ച്. അതായത് റിപ്പോർട്ട്. കുര്യൻ ചേട്ടന്റെ അസാധ്യ പരിശ്രമത്തിലൂടെ നിങ്ങൾ മദ്യം കഴിച്ച എല്ലാവരും കരിക്ക് കുടിക്കുക, അങ്ങനെ നാട് മുഴുവനും കരിക്ക് ചെത്തി എല്ലാവർക്കും കൊടുത്തത് ഡൈല്യൂട്ട് ചെയ്യിപ്പിച്ച് ഒരുപാട് ആളുകളൊക്കെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സർവോദയം കുര്യൻ ചേട്ടന്റെ ഈ പ്രതിമയ്ക്ക് മുമ്പിൽ എല്ലാ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. 26 വർഷം മുൻപ് കുര്യൻ ചേട്ടൻ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. ഇന്ന് 26ാം ചരമവാർഷികം ആചരിക്കുന്ന ഈ ദിനത്തിൽ ഞങ്ങൾ രാവിലെ ഞാറയ്ക്കൽ സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്ക് ഭക്ഷണ വിതരണം നടത്തി. കുര്യൻ ചേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു ഞാറയ്ക്കൽ സർക്കാർ ആശുപത്രി. അവിടെ 3 വാർഡോളം അദ്ദേഹം പണിതു കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ നടത്തിയിരുന്നത്. അത് സ്മരിച്ചുകൊണ്ടാണ് സർവോദയം കുര്യന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ചരമവാർഷിക ദിനത്തിൽ കുര്യൻ ചേട്ടന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് രോഗികൾക്ക് ഭക്ഷണ വിതരണം രാവിലെ കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. ആ പുഷ്പാർച്ചന നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കുര്യൻ ചേട്ടന്റെ സ്മരണ എന്നും നിലനിർത്തുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. കുര്യൻ ചേട്ടൻ ചെയ്ത സേവനങ്ങൾ നമ്മൾ മാനിക്കണം. അഗതികളെയും ആലംബഹീനരെയും അനാഥ ശിശുക്കളെയും എടുത്തു വളർത്തിയ കുര്യൻ ചേട്ടന്റെ ആ നല്ല പ്രവൃത്തി നമ്മൾ കണ്ട് പഠിക്കണം. തുടർന്നും നിങ്ങൾ എല്ലാവരും കുര്യൻ ചേട്ടന്റെ സേവന പാതയിലേക്ക് കടന്നു വരുവാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി കുര്യൻ ചേട്ടന്റെ ഈ കുര്യൻ സ്ക്വയറിലുള്ള പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യും. സാഹചര്യമാണ്. എത്രത്തോളം നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ സ്മരണ എക്കാലവും നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. കുര്യൻചേട്ടന്റെ കൂടെ പല കാര്യങ്ങളിലും സഹകരിക്കുകയും പ്രവർത്തനത്തിൽ സഹകരിക്കുകയും എല്ലാ നല്ല കാര്യങ്ങളിൽ പുള്ളി നമ്മളെ ക്ഷണിക്കുകയും കൂടെ നടക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളായാലും ഈ 26ാം ചരമ സ്മരണ നമ്മൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ തന്നെയാണ് പ്രസിഡന്റ് കോളേജ് മാമ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ അപ്പുറം വേറെ ഒന്നും പറയാനില്ല. എങ്കിൽ തന്നെയും ഓർമ്മകൾ പലതും ഇത് ശേഷിക്കുന്നുണ്ട്. പുള്ളി അനാഥ ശിശുക്കളെ വളർത്തി അത് തക്ക കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് 100 കുഞ്ഞുങ്ങളെ കാലുവലിച്ച് നല്ല കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ പല ഈ മഹർഷി വ്യാധികൾ വന്നു കഴിഞ്ഞാൽ തന്നെയും അത് സംസ്കരിക്കുന്ന കാര്യത്തിൽ അതിലും പുള്ളി വളരെ ഇതായിരുന്നു. പുള്ളിക്ക് ആദ്യമേ ഒരു മെഡിക്കൽ ഷോപ്പ് നമ്മുടെ ഹൈസ്കൂളിന് മുമ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഹോസ്പിറ്റൽ ജംഗ്ഷൻ്റെ അപ്പുറത്താണ്. ഫ്രീ ആയിട്ട് മരുന്നുകളും കാര്യങ്ങളും എല്ലാം പുള്ളി ഈ കാണുന്ന രോഗികളെ ഇവിടെ എല്ലാവരും അവിടെ വരുത്തി കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എല്ലാ സേവനങ്ങളും സംഗതികളും എല്ലാം എന്ത് ചെയ്യുമ്പോഴും വളരെ ബുദ്ധിയോടുകൂടി ഉള്ള ഒരു ഇതായിരുന്നു പുള്ളിയുടെ കാര്യങ്ങളിൽ. പിന്നെ നമ്മൾ ഈ മദ്യത്തുറഞ്ഞ കാലത്ത് വീടുകളും കയറി കരിക്കുകൾ വെട്ടി കുറേ ആത്മാക്കളെ അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പുള്ളി നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രളയത്തിന് ഇതുപോലെ വസ്ത്രങ്ങളൊക്കെ ശേഖരിച്ച് അവിടെ മണ്ണുകെട്ടുമായിട്ട് പോയി അവിടെ വിതരണം ചെയ്യുകയും അവിടെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ 3 വാർഡുകൾ പണിത് കൊടുത്തിട്ടുണ്ട്. ഈ വാർഡിന്റെ സ്മരണ നിലനിർത്തി ഇങ്ങനെ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഇത്ര ഇതായി തിരിക്കി പുള്ളിയുടെ ഒരു പ്രതിമ ഇവിടെ വയ്ക്കണമെന്നുള്ളത് കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് സാധാരണത്തിൽ നമുക്ക് നടത്താൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതിന് പല നന്മകളുണ്ട്. ഗവൺമെന്റിലേക്ക് നടത്തിയിരിക്കുകയാണ്. ഇവിടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഒരു കഴിവുകൾ വയ്ക്കുന്നത് ഹോസ്പിറ്റലിന്റെ സൂപ്രണ്ട് ഡോക്ടർ വിമല, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ട്രസ്റ്റിന്റെ ഭാരവാഹികളെ, വിശിഷ്ടാതിഥികളെ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ശ്രീ ജോയി നായകരും എഴുതിയ പുസ്തകം വായിക്കാനിടയായി. അതിൽ അശ്വരങ്ങളുടെ നല്ല ഏൽക്കാരൻ, 600 അനാഥ കുഞ്ഞുങ്ങളുടെ വിഭാഗം,
തെരുവിന്റെ ശുശ്രൂഷകൻ, ദരിദ്ര ജീവിതങ്ങളുടെ രക്ഷകൻ എന്നിങ്ങനെയുള്ള വിശേഷങ്ങൾ അപ്പച്ചനെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അപ്പച്ചന്റെ ആ വ്യക്തിത്വത്തെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പച്ചൻ സേവനം അനുഷ്ഠിച്ച ഈ ആശുപത്രിയിൽ തന്നെ എനിക്കും ജോലി ചെയ്യാൻ സാധിച്ചത് ഞാൻ അഭിമാനിക്കുന്നു. കൂടാതെ ഈ കുടുംബത്തിന്റെ അംഗമായി തീർന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സർവോദയം കുര്യൻ ട്രസ്റ്റിനെ ഞാൻ പ്രശംസിക്കുന്നു. കാരണം 26 വർഷമായിട്ട് അവര് അപ്പച്ചന്റെ ഓർമ്മദിനം സ്മരിക്കുന്നതിനെ ഓർത്ത് പ്രശംസാർഹമായ ഒന്നാണ്. ആ കുട്ടികളെ ഇന്ന് വളരെ ഉന്നതമായ കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ 26 വർഷം മഹാന്ന് പറയുന്നു മഹാനാണ്. അത് മനുഷ്യന്റെ പ്രവൃത്തിയാണ് മഹാനാക്കുന്നത്. ആ അദ്ദേഹം പല കാര്യങ്ങളും ചെയ്ത് ഒരുപാട് ഒന്നും ലാഭിച്ചിട്ടില്ല. അദ്ദേഹം ലാഭിച്ചിട്ടില്ല. എല്ലാത്തിനും ദുരന്തം അവിടെ പോയി ഒരു ലാഭമുണ്ടായിട്ടാണ്. ഇപ്പൊ തന്നെ ഗവൺമെന്റ് പോകുന്നത് ലാഭമുണ്ടായിട്ടാണ്. അല്ല, അതൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. ഒരു മനുഷ്യന് ചെയ്യാവുന്ന കടമകളാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന കടമകൾ. ഞാൻ വളരെ വളരെ കാര്യങ്ങൾ ആദരിച്ചുകൊണ്ട് നമ്മുടെ ഗാന്ധി ഫൗണ്ടേഷൻ ഒക്കെ നമ്മൾ ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ലാഭത്തിന് വേണ്ടിയല്ല. ഇവരെ പ്രായമായിട്ട് ഞാനും ഒരു കാര്യമില്ല. ഇവിടുത്തെ നീതിയില്ല, നീതി നിഷേധിക്കപ്പെടുകയാണ്. ഹോസ്പിറ്റലിനെ പറ്റി പറയുമ്പോൾ ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതികൾ മുഴുവൻ നിഷേധമായെന്നുള്ളതാണ്. രാഷ്ട്രീയമാണെന്നുള്ളതാണ്. അത് രാഷ്ട്രീയമല്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ പോണവര് അതിന് വേണ്ടി പ്രവർത്തിക്കുക, അതിന് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഇവിടുത്തെ സ്റ്റാഫ് ഡോക്ടർമാർ കുറവാണ്. ഇവിടുത്തെ സംരംഭം ഇല്ലേ, മറ്റ് ഓരോ സംഘടനകളുടെ സംരംഭം ഈ ഹോസ്പിറ്റലിന്റെ ശോചനീയാവസ്ഥ അത് പരിഹരിക്കാനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യം ചെയ്യുന്നില്ല. അതാണ് സമൂഹത്തോടും ഈ ആശുപത്രിയോടും എത്രയും പലപ്പോഴും മന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിട്ടുണ്ട്, മുറവിളി കൂട്ടിയിട്ടുണ്ട്, ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അതൊക്കെ ഉദ്യോഗസ്ഥരെയാണ് നമ്മളെപ്പോഴും രോഗികൾ വരുമ്പോൾ ഉദ്യോഗസ്ഥരെ വിട്ടിട്ടാണ് കയറുക. പക്ഷെ അവർ പലപ്പോഴും നിസ്സഹായരാണ്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാരനെ തെരുവിളിക്കും. പക്ഷെ പോലീസുകാരൻ പലപ്പോഴും അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി നിസ്സഹായരായി മാറാറുണ്ട്. അപ്പോ അതിലേക്കാണ് നമ്മൾ പറയേണ്ടത്. ഉദ്യോഗസ്ഥരല്ല, ഇതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് എന്തായാലും നമ്മളെല്ലാം ഒപ്പം ഉണ്ടാവും, വെറുമാക്കല്ല. എന്താവശ്യത്തിനും നമ്മളൊക്കെ ബന്ധപ്പെടാൻ വിളിക്കാം, അതിനുള്ള അവസരം ഉണ്ടാകാം. പിന്നെ ഒരു കാര്യം മന്ത്രി പറഞ്ഞോട് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാർത്തകൾ അവസാനിപ്പിക്കാം. ശ്രീ സുരേഷ് ഗോപി ഉൾപ്പെടെ കുര്യൻചേട്ടന്റെ നിര്യാണ ദിവസം, അന്തരിച്ച ദിവസം, നമ്മുടെ വേർപെട്ട ദിവസം എത്തിയെന്ന് പറഞ്ഞു. ഈ വരുന്ന നവംബർ 14-ാം തീയതി ശിശുദിനത്തിൽ അനുസ്മരണ പരിപാടി നടക്കുമ്പോൾ സുരേഷ് ഗോപിയെ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ വൈദ്യുതികളിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ അന്നത്തെ കാലഘട്ടം എന്തുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്നത് എത്രയോ സിനിമക്കാരണം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ മനസ്സിൽ ആഴത്തിൽ സ്പർശിച്ച ഒരു വ്യക്തിത്വമാണ് സർവോദയം കുര്യൻ. അദ്ദേഹത്തിന്റെ സിനിമയുടെ അന്ന് കത്തു നിൽക്കുന്ന സമയം സുരേഷ് ഗോപി നന്നായിട്ട് സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയം. അപ്പൊ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ തൃശ്ശൂർ വെച്ച് ഞാൻ കേൾക്കാനിടയായി. മാർ കത്തിൽ പിതാവൊക്കെ ഉള്ള ഒരു വേദിയാണ്. ആ വേദിയിൽ ഞാനൊരു പ്രാസംഗികരായിരുന്നു. അദ്ദേഹം അന്ന് ഈ സർവോദയം കുര്യന്റെ എന്നെ കുറിച്ച് പരാമർശിച്ചു. മദ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. മദ്യത്തിനെതിരായിട്ട് ലഹരിക്കെതിരായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സർവോദയം കുര്യന്റെ ഓർമ്മകൾ വയറിറക്കി. ഏകദേശം ഒരു വർഷമാകുന്നു MP ഒക്കെ ആയ കാലഘട്ടത്തിലാണ്. അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ആ സാന്നിധ്യം പുറത്താക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഞാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കും എന്നുകൂടി പറയുന്നു. നമുക്ക് എന്തായാലും 26 വർഷം നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. നമ്മുടെ അടുത്തു നിന്ന് അദ്ദേഹം മൺമറഞ്ഞു പോയിട്ട് ആ ഓർമ്മയിലെന്നും നമുക്കറിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ 1-2 വർഷത്തെ അനുസരണം നടത്തും. പിന്നെ മനുഷ്യൻ മറക്കും. പിന്നെ എന്ത് അനുസ്മരണം, എന്ത് ഓർമ്മ, അതുകൊണ്ട് കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നും ഒഴിവാങ്ങാത്ത ആ ഓർമ്മകളും പേരി നമ്മളൊക്കെ ഇന്നും അത് നടത്തുന്നുവെങ്കിൽ അത് ശ്രീ പോളിന്റെ മന്ത്രിയൊക്കെ അഭിനന്ദിക്കാൻ സാധിക്കില്ല. ട്രസ്റ്റിനെ അഭിനന്ദിക്കാൻ സാധിക്കില്ല. അതിനൊപ്പം സഞ്ചരിക്കുന്നവരെ അഭിനന്ദിക്കാൻ സാധിക്കില്ല. ഇനിയും ഈ കാലഘട്ടം, ഈ ലോകം മനുഷ്യരുടെ ഉള്ളടത്തോളം കാലം സർവോദയം കുര്യൻ ചേട്ടന്റെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉൾപ്പെടെയുള്ള ഈ ചടങ്ങിലൂടെ എത്തിച്ചേർന്ന
വളരെ പ്രസക്തമായ ഇതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ സൂചിപ്പിച്ചു. അത് ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ശ്രീ വിക്രമേടത്തിന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നതായി മാറി. സർവേന്ദ്രന്റെ പാത ഞാൻ പിന്തുടരുന്നു എന്ന് മാപ്പിളി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സത്യം തന്നെയാണ്. സർവേന്ദ്രനെ കുറിച്ച് ഞാൻ അറിയുന്നത് വിഷമത്തിന്റെ കാലഘട്ടത്തിലാണ്. എന്നാൽ മാതൃഭൂമി പത്രത്തിൽ ഒരു ലേഖനമാണ് വായിക്കാനിടയായി. വിഷമത്തിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട അനുബന്ധമായി എന്നൊരു ലേഖനം. ആ ലേഖനത്തിൽ നിന്നാണ് 16 വയസ്സുള്ള ഞാൻ സർവോദയൻ ആരാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചൊരു കുറ്റമായി. അപ്പൊ അവിടെ നിന്ന് ഉള്ളിൽ തോന്നിയ വികാരങ്ങൾ മനുഷ്യന് ചെറുപ്പത്തിൽ ഒരു കുട്ടിക്ക് മനസ്സിൽ തോന്നുന്ന കൗമാരത്തിൽ തോന്നുന്ന ഒരു വികാരം, അത് ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവൻ അവരോടൊപ്പം യാത്ര ചെയ്യും. ചെറുപ്പത്തിൽ നിന്ന് പഠിക്കുന്ന ഒരിക്കലും മറക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പാതയിലേക്ക് വന്നത്. ഇന്ന് 1000 മനുഷ്യർക്ക് ഒരു ദിവസം ആഹാരം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സർവോദയൻ എന്ന മതവ്യക്തിത്വം പകർന്നു തന്ന സന്ദേശം അത് തന്നെയാണ് ഒരു കാരണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഒരു സർവോദയൻ ഉണ്ടായിട്ടില്ല. ഇനി മാംഗല്യം പറഞ്ഞതുപോലെ ഉണ്ടാകുമായിരിക്കാം. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. എന്നിരുന്നാലും അതിന് പകരം വെക്കാൻ അന്നത്തെ കാലഘട്ടമാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അതിന്റെ മൂല്യം, അതിന്റെ മഹത്വം ഏറെ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് അന്നത്തെ കാലഘട്ടമാണ്. ഇന്നത്തെ പോലെ യാതൊരു സംവിധാനവും ഇല്ലാത്തൊരു കാലഘട്ടം. പൈസ തന്നുപോലും സഹായിക്കാൻ ആളുകൾക്ക് കഴിയാതെ പട്ടിണിയും ദാരിദ്ര്യവുമായി കഴിഞ്ഞിരുന്ന ഒരു ദ്വീപ്, ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ചിരുന്ന ഒരു ദ്വീപ്, ആ ദ്വീപിൽ ഇത്തരം പ്രവർത്തനം ചെയ്യാൻ ഒരു മനുഷ്യന് സാധിച്ചു. അദ്ദേഹത്തിന് ലോകം മുഴുവൻ കാര്യത്തിന് സന്ദേശം എത്തിക്കാൻ സാധിച്ചു എന്നത് എന്തുകൊണ്ടും വൈപ്പിൻ കരക്കാരുടെ അഭിമാനം തന്നെയാണ് എന്ന് പറയുന്നത്. ആഘോഷിക്കുന്ന ഈ വേളയിൽ 2 വാക്ക് സംസാരിക്കാൻ എന്നെ ഏൽപ്പിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ കുഞ്ഞുനാൾ തുടങ്ങി ഞാൻ കേൾക്കുന്നതാണ് സർവോദയൻ സാറിന്റെ പേര്. ഞാൻ അടുത്ത് തന്നെയുള്ള മുളവുകാട് ആണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. എങ്കിലും എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇനി ഇവിടെ വന്ന് ചാർജ് എടുത്തതിന് ശേഷം ഞാൻ മനസ്സിലാക്കി നമ്മൾക്ക് ഈ ഹോസ്പിറ്റലിൽ 3 വാർഡുകൾ ആണ് അദ്ദേഹം പണിതത്. 2 വാർഡുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്, ചിൽഡ്രൻസ് വാർഡും PD വാർഡും. ഒരു വാർഡ് പൊളിച്ചാണ് ഇവിടെ ഈ പുതിയ കെട്ടിടം പണിതിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ സാറിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സാറുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു സഹായം ചെയ്തു തരണമെന്ന് പറഞ്ഞെന്ന് പറയാൻ ഒരാളുണ്ടാവുമായിരുന്നു എന്ന് ഞാനിപ്പോൾ മാമ്പഴി സാർ സംസാരിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. ഭയങ്കര വലിയൊരു നഷ്ടമായി പോയി. ഇനിയും ഒത്തിരി കാര്യങ്ങൾ സാറിന് ഇവിടെ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോഴും ഈ നമ്മുടെ ഹോസ്പിറ്റൽ ഇപ്പോഴും ഒരു ബാല്യാടിസ്ഥിതിയിലാണ്. പുതിയൊരു ബിൽഡിങ് ഉണ്ടായി എന്നുള്ളതല്ലാതെ 2010 ഈ ഹോസ്പിറ്റൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലാക്കി ഉയർത്തി ഓർഡർ വന്നു, പേര് മാറ്റി എന്നുള്ളതല്ലാതെ ഇവിടെ യാതൊരു വികസനവും നടന്നിട്ടില്ല. ഒരു പോസ്റ്റ് പോലും ക്രിയേറ്റ് ചെയ്യപ്പെട്ടതില്ല. അന്നല്ല, അതേ സ്റ്റാഫിനെ കൊണ്ടാണ് ഇന്നും ഈ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടുപോകുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാനും എൻ്റെ സ്റ്റാഫും ഇവിടുത്തെ ജനങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പല ബുദ്ധിമുട്ടുകൾ. ഈ പുതിയ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ശുദ്ധജലം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരാളെ അതിനൊക്കെയായിട്ട് സമീപിക്കാനുണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ പറയുന്നത് അതേ മനസ്സോടെ കേൾക്കാനും അതിലൊരു പരിഹാരം പറഞ്ഞു തരാനും അല്ലെങ്കിൽ നമ്മളെ നയിക്കാനും അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് ഈ സമയത്ത് ഞാനത് ദുഃഖത്തോടെ ഓർക്കുന്നു. എൻ്റെ എല്ലാ ആശംസകളും ഇന്നത്തെ ഈ ദിവസം അർപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെയുള്ള പ്രവണത ആ കുര്യൻചേട്ടൻ കാണിച്ചത് എങ്ങനെയാ? അന്നൊക്കെ കുര്യൻചേട്ട ഒരു പട്ടിയൊക്കെ നടക്കുന്നു. കുര്യൻചേട്ടൻ ഓടി വന്ന് അത് മമ്മട്ടി കൊണ്ട് ഒഴിച്ചിട്ട് അത് നടക്കും. അപ്പോൾ ഇന്ന് ആ ഒരു കുര്യൻചേട്ടന്റെ ആ ഒരു ശൈലി അവലംബിക്കുവാനായിട്ട്
ആരും മുന്നോട്ട് വരുന്നില്ല പൂർണ്ണമായിട്ട്. പക്ഷെ ഭാഗികമായിട്ട് വരുന്ന പല ആളുകളുമുണ്ട്. ഇപ്പൊ ജോൺസൺ ഇവിടെ വന്നിട്ടുണ്ട്, പൊടിച്ചോറ് കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക്. നേരത്തെ പറഞ്ഞ ഫേസ് ഫൗണ്ടേഷൻ ചെയർമാൻ ദേവൻ, അതേപോലെ തന്നെ ജോണി വൈപ്പിൻ, അതെ, അങ്ങനെ ധാരാളം ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കുര്യൻ ചേട്ടനോടൊപ്പം എത്തുന്ന ഒരു വ്യക്തിത്വത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാ തലങ്ങളിലും. ഇപ്പൊ ജോൺസൺ പൊടിച്ചോറ് കൊടുക്കുന്നു, മറ്റേ ദേവൻ ദിവസവും അന്നദാനം നടത്തുന്നു, അതൊക്കെ നല്ല പ്രവൃത്തി തന്നെ. പക്ഷേ സർവ്വവ്യാപിയായിട്ടുള്ള കുര്യൻ ചേട്ടൻ കുഷ്ഠരോഗിയെ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ ബാധിച്ചവരെ, വസൂരി ബാധിച്ചവരെയൊക്കെ പോയി പാദത്താമിയനും മദർതെരേസയും ചെയ്ത പോലെ നേരിട്ട് അവരെ കെട്ടി ആലിംഗനം ചെയ്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഡോക്ടർമാർ വരെ. നമുക്കറിയാം, ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളിപ്പോ കേൾക്കാത്തവർക്ക് വേണ്ടി പറയുകയാണ്. വസൂരി ബാധിച്ച ഒരു വ്യക്തിയെ, അന്നൊക്കെ വസൂരിക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, വസൂരി ബാധിച്ച ഒരു വ്യക്തിയെ ഡോക്ടർ തീർപ്പേൽപ്പിച്ചു മരിച്ചെന്ന്. കാരണം ഡോക്ടറിന് പോലും ഒരു പരിധി വിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്നാൽ രോഗം പകരും. പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഡോക്ടർമാരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. അന്നൊക്കെ ഡോക്ടർ വിധി എഴുതി അയാൾ മറവ് ചെയ്യാനായിട്ട് പായയിൽ കെട്ടി ആ ലൈറ്റ് ഹൗസ് കോളനിയുടെ അടുത്ത് അവിടെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിടുവാൻ പോയപ്പോഴാണ് അദ്ദേഹം കുര്യൻ ചേട്ടൻ പായയിൽ കെട്ടി കുഴിച്ചിടാനായിട്ടുള്ള ശ്രമം നടത്തുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു അനക്കം. അങ്ങനെ ഉടനെ കെട്ടഴിച്ച് ആ ജീവൻ 20 കൊല്ലത്തോളം അദ്ദേഹം ജീവിച്ചു. അങ്ങനെയുള്ള സർവോദയം കുര്യൻ ചേട്ടനെ നമുക്ക് മറക്കാൻ സാധിക്കുമോ? വിഷമത്യകാലത്ത് കുര്യൻ ചേട്ടൻ ചെയ്ത സേവനങ്ങൾ നമുക്കറിയാം. 77 മരണം കൊണ്ട് നിന്നു 1983 എന്നൊക്കെയാണ് കാലഘട്ടത്തിൽ. അത് 77 നിൽക്കുമായിരുന്നു കുര്യൻ ചേട്ടനില്ലെങ്കിൽ. വിഷമത്യത്തിന് ഇരയായെന്ന് കേട്ടില്ല കുര്യൻ ചേട്ടൻ. മൈക്ക് സാങ്ഷനും വേണ്ട, ഒന്നും വേണ്ട, ഓട്ടോറിക്ഷ എടുത്ത് മൈക്കും കെട്ടി അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു. ആരും ഈ ചാരായം കുടിക്കരുത്, ചാരായം കുടിച്ചവരെല്ലാം ഉടനെ ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തത് കൊണ്ട് നമുക്ക് കുറെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചു. അത് യോഗാധ്യക്ഷനും സർവോദയം കുര്യൻ സ്മാരക ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റുമായ ജോസഫ് നെറ്റികുളം, അതേപോലെ തന്നെ ട്രസ്റ്റിന്റെ ഏറ്റവും സീനിയർ മെമ്പറായിട്ടുള്ള ജോസഫ് കിഴക്കേട്, മുഖ്യപ്രഭാഷണം നടത്തുവാനായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഫേസ് ഫൗണ്ടേഷന്റെ ചെയർമാൻ ടി.ആർ. ദേവൻ, നമുക്ക് ഈ ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യവും ഒരുക്കി എല്ലാ വർഷവും കുര്യൻ ചേട്ടന്റെ ചരമവാർഷികം നടത്തുവാനായിട്ട് സൗകര്യം ഒരുക്കി തരുന്ന ഇവിടുത്തെ സൂപ്രണ്ട് ഡോക്ടർ വിമല മാഡം, അതേപോലെ തന്നെ കുര്യൻ ചേട്ടന്റെ മകന്റെ ഭാര്യയായ ഇവിടുത്തെ സ്റ്റാഫ് കൂടിയായ സോണി, മറ്റ് വേദിയിലിരിക്കുന്ന സെക്രട്ടറി ആന്റണി പുന്നത്തറ, ഫ്രാൻസിസ് അറക്കൽ, ചാരിറ്റി പ്രവർത്തകനായ ജോൺസൺ അടക്കം, ശിവദാസൻ, MG ശിവദാസൻ അടക്കം നമ്മുടെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ നമ്മളെ ദർശിക്കുന്ന രോഗികളായിട്ട് ഇവിടെ ചികിത്സയ്ക്ക് വന്നിരിക്കുന്ന എല്ലാവരും കുര്യൻ ചേട്ടൻ്റെ സുഹൃത്തുക്കളാണ്. കുര്യൻ ചേട്ടൻ്റെ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളെ, നമുക്കറിയാം കുര്യൻ ചേട്ടൻ നമ്മളെ വേർപെട്ട് പോയിട്ട് 26 വർഷം. നമുക്ക് ഓർക്കാൻ പറ്റുമ്പോൾ ഒളിമങ്ങാത്ത ഓർമ്മയായിട്ടാണ് അത് നിലകൊള്ളുന്നത്. നമുക്കൊരിക്കലും കുര്യൻ ചേട്ടനെ വിസ്മരിക്കാൻ സാധിക്കില്ല. കാരണം ആ സർവോദയം കുര്യൻ്റെ അഭാവം നമുക്കിന്ന് ഇവിടെ പ്രകടമാണ്. കാരണം സർവോദയം കുര്യൻ ഇല്ലാത്ത ഒരു ഞാറക്കൽ പ്രദേശത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് ആശുപത്രി, ഈ സർക്കാർ ആശുപത്രി, ഇന്നത്തെ കെട്ടിടവും കാര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. അതേപോലെയുള്ള കെട്ടിടങ്ങളൊക്കെ ആയിരുന്നു. കുര്യൻ ചേട്ടൻ 3 വാർഡാണ് ഇവിടെ പണിത് കൊടുത്തത്, ചിൽഡ്രൻസ് വാർഡ് അടക്കം. ആ കുര്യൻ ചേട്ടന്റെ വാർഡിൽ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ ഇപ്പുറത്തെ പരിപാടികൾ നടത്തിയിരുന്നത്. ഇന്ന് കുട്ടികൾക്ക് കുത്തിവെപ്പുള്ള ദിവസമാണ് ബുധനാഴ്ച. ആ ബുധനാഴ്ച ദിവസം നമുക്ക് ഇവിടെ സൗകര്യം ഒരുക്കി തരാനായിട്ട് വിമല മാഡം വളരെയധികം ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കുര്യൻ ചേട്ടൻ എന്ന ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വമാണ്. അഗതികളുടെയും ആലംബഹീനരുടെയും അത്താണിയാണ് കുര്യൻ ചേട്ടൻ. ആ കുര്യൻ ചേട്ടനെ സ്മരിക്കുമ്പോൾ പണ്ടൊക്കെ വഴിയിൽ കിടന്ന കുട്ടികളെയൊക്കെ
മക്കളില്ലാത്ത ദമ്പതികൾക്ക് നൽകി അങ്ങനെ അവരെ സുരക്ഷിതമാക്കി. 600-ഓളം മക്കളെയാണ്. അവരൊക്കെ ഇന്ന് കളക്ടറടക്കം വലിയ വലിയ ആളുകളൊക്കെ ആയി മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കുര്യൻ ചേട്ടനെ കുറിച്ച് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കുര്യൻ ചേട്ടൻ്റെ ഓർമ്മകൾ ഒളിമങ്ങാത്ത ഓർമ്മകളാണ്. കാരുണ്യത്തിൻ്റെ കെടാവിളക്കാണ് അദ്ദേഹം. കാരുണ്യത്തിൻ്റെ കെടാവിളക്ക് എന്ന് പറയുമ്പോൾ ആ കുര്യൻ ചേട്ടനോട് തുല്യരായി നമുക്ക് ഇന്ന് ആരെയും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്താണെന്നറിയില്ല. ഞാൻ പല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളെയൊക്കെ പരിശോധിക്കുമ്പോൾ അവരെല്ലാം നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ കുര്യൻ ചേട്ടനോട് ഒപ്പം എത്താൻ അവർക്കൊന്നും സാധിക്കുന്നില്ല. കാരണം അതേപോലത്തെ ഒരു മഹൻ വ്യക്തിയായിരുന്നു കുര്യൻ ചേട്ടൻ. ഇനി നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും കുര്യൻ ചേട്ടനെ പോലുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോൾ എൻ്റെ കൺമുൻപിലുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച് ചിലരെ ഈ വേദിയിലിരിക്കുന്ന ഫെയിംസ് ഫൗണ്ടേഷൻ എറണാകുളത്ത് ചാരിറ്റി പ്രവർത്തനം നടക്കുന്ന TR ദേവൻ, അദ്ദേഹം അന്നദാനം 150ഓളം തെരുവിലലയുന്ന ആളുകൾക്ക് അന്നദാനം നൽകുന്ന ആ ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ നടത്തുന്നു? എത്ര പേർക്ക് 1000 രൂപ പോലും വിലമതിക്കുന്ന കിറ്റുകൾ എല്ലാ മാസവും നൽകുന്നു? അപ്പൊ ഇതൊക്കെ ഈ നിസ്വാർത്ഥ സേവനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ, ഇവർക്കൊക്കെ ഇതിനുള്ള പ്രചോദനം കിട്ടിയത് സർവോദയം കുര്യനിൽ നിന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വിശുദ്ധമായ ഒരു രൂപനം തരാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുര്യന്റെ ജനനം 2/10/1919 ഞാൻ സ്വദേശിയാണ്. അദ്ദേഹം മരിച്ചത് 16/7/1999 ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മിലിറ്ററി സർവീസിൽ പോവുകയുണ്ടായി. ഈ മിലിറ്ററി സർവീസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആതുര സേവന രംഗത്ത്, പ്രത്യേകിച്ച് ഈ ഞാറക്കൽ ഹോസ്പിറ്റലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തന വേദി. ഞങ്ങളെല്ലാം ആ തലമുറയിലുള്ള എല്ലാവരും ഒരു ദിക്സാക്ഷികളാണ്. ഈ മരണം കഴിഞ്ഞതിന് ശേഷം 2000-ൽ കുര്യൻ ചേട്ടന്റെ ഒരു ട്രസ്റ്റ്, അതായത് സർവോദയം കുര്യൻ ചേട്ടൻ ട്രസ്റ്റ് ഇവിടെ ഉണ്ടാക്കുകയുണ്ടായി. അത് അന്നൊരു 35 പേരോളം ഉണ്ടായിരുന്നുള്ളൂ. ഈ 35 പേര് ഉപയോഗിച്ചിട്ട് അവര് ഒരു 4-5 കൊല്ലം ഈ ട്രസ്റ്റ് കൊണ്ട് നടക്കുകയുണ്ടായി. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിന്റെ ഒരു ഡൗണായിപ്പോയി. ഭാഗ്യമെന്ന് പറയട്ടെ, ബഹുമാനപ്പെട്ട നമ്മളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോർജ് മാമ്പുള്ളി അതിന്റെ നേതൃത്വം കൊടുക്കുകയും ഏതാണ്ട് 13 കൊല്ലം അദ്ദേഹം തുടർച്ചയായിട്ടുള്ള പ്രസിഡന്റ് ആകുകയും ഈ ജില്ല മാത്രമല്ല ഏകദേശം കേരളം മുഴുവനും കുര്യന്റെ പ്രസക്തി കൊണ്ട് നടക്കുവാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ ഒരു ഫലമെന്നാണ് ഈ 16-ാം തീയതിയുടെ 26-ാം ചരമ വാർഷിക ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഞാൻ വിശദമായി അദ്ദേഹത്തിനെ ഞാൻ ഉദ്ഘാടനം ചെയ്യുവാനും ക്ഷണിച്ചുകൊള്ളാണ്. നമ്മുടെ ട്രസ്റ്റ് എല്ലാവർക്കും സൗകര്യങ്ങൾ നമ്മുടെ 26 വർഷമാകുമ്പോൾ ഇന്നും നമ്മുടെ ജീവിതങ്ങളോട് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇത്ര വലിയൊരു പൊതുപ്രവർത്തനാകുന്ന മക്കളാകുന്ന കുര്യന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി തന്നത് ഇത് പ്രധാന ഈ ഹോസ്പിറ്റലിൽ കർത്തവ്യമാണ്. എല്ലാവർക്കും ജഗദീശ്വര
ലോക